ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സിംഗിൾ ഫേസ്. നമ്മുടെ വീടുകളിലൊക്കെ വേണമെങ്കിൽ നമുക്ക് സിംഗിൾ ഫേസ് ഡി ബി വയ്ക്കുന്ന സ്ഥലത്താണെങ്കിൽ നമുക്ക് എങ്ങനെ ഇത് 12 വേയുടെ ഡി ബി ആണ് വയ്ക്കുന്നത്. 12 വേ എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ 12 MCB നമുക്ക് വെക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. 12 MCB എന്ന് പറയുമ്പോൾ 12 ആദ്യത്തെ 2 എണ്ണം ഐസൊലേറ്ററും ഒരെണ്ണം നമ്മുടെ ELCB ആണ്, RCCB ആണ് വരുന്നത്. അത് ടോട്ടൽ വരുമ്പോൾ 4 എണ്ണത്തിൻ്റെ ഡിവൈഡ് ചെയ്ത് പോകും. അതായത് ഐസൊലേറ്റർ എന്ന് പറയുമ്പോൾ 2 MCB വയ്ക്കുന്ന സ്ഥലം കൊടുക്കും, RCCB ഇതുപോലെ തന്നെ 2 MCB വയ്ക്കുന്ന സ്ഥലം കൊടുക്കും. ബാക്കി വരുന്ന 8 MCBകളാണ് നമുക്ക് ഈ 12 വേ ഡി ബിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. അത് നമുക്ക് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം 12 വേ എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 8 MCB യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ബാക്കി 2 എണ്ണം ഐസൊലേറ്ററും പോകും, 2 MCBയുടെ സ്പേസ് ഐസൊലേറ്ററും പോകും, 2 എണ്ണത്തിൻ്റെ സ്പേസ് RCCBയും പോകും. അതുപോലെ തന്നെയാണ് 12 കഴിഞ്ഞ് 16 വേ അല്ലെങ്കിൽ 8 വേ ഒക്കെ വരുമ്പോൾ ഈ സെയിം തന്നെയാണ് വരുന്നത്. 4 സ്പേസ് പോയതിന് ശേഷം ബാക്കിയുള്ള സ്ഥലത്താണ് നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ MCBകൾ യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ 12 വേയുടെ MCBകളാണ് വെച്ചിരിക്കുന്നത്. ആദ്യമേ തന്നെ അതിൻ്റെ കണക്ഷൻസൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. മെയിനായിട്ട് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എർത്തിൻ്റെ കണക്ഷൻസാണ് ഈ കാണിക്കുന്നത്. എർത്തിൻ്റെ കംപ്ലീറ്റ് സർക്യൂട്ടുകളിൽ നിന്ന് വരുന്ന എർത്തുകളെല്ലാം കൊടുക്കുന്ന റോഡാണ് ആ കാണുന്നത്. അവിടെ നിന്നാണ് നമ്മുടെ എർത്ത് കോപ്പറിലേക്കും പോകുന്നത്. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ വരുന്ന ന്യൂട്രൽ ലിങ്ക് വരുന്നത്. നമ്മുടെ എല്ലാ സർക്യൂട്ടിൻ്റെ ന്യൂട്രലുകൾ ലിങ്ക് ചെയ്ത് വരുന്നത് ആ ലിങ്കറിലാണ് വരുന്നത്. അത് എങ്ങനെയാണ് കണക്ഷൻസ് എന്ന് നമുക്ക് അവസാനം പറയാം. ഇനി അതിനുശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുന്ന മെയിനായിട്ട് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഐസൊലേറ്ററിലേക്കാണ് ഡയറക്റ്റായിട്ട് മീറ്റർ ബോക്സിൽ നിന്നും ഫേസും ന്യൂട്രും താഴേക്ക് വരുന്നത്. കണ്ടാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏറ്റവും താഴെ ഫേസും ന്യൂട്രും കറക്റ്റായിട്ട് കാണുന്നുണ്ട്. ഇനി അതിനുശേഷം ഐസൊലേറ്ററിൻ്റെ ഔട്ട് നേരെ വന്നതിന് ശേഷം RCCBയുടെ ഇന്നിലേക്കാണ് കൊടുക്കുന്നത്. ഫേസ് ന്യൂട്രം വന്നത് ഫേസ് നമ്മൾ റെഡ് കൊടുത്തിരിക്കുന്നത്, ന്യൂട്രായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് നീല വയറാണ് കൊടുത്തിരിക്കുന്നത്, നമ്മൾ അതിൻ്റെ ഔട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി RCCBയുടെ ഔട്ട് ഉണ്ട്, ന്യൂട്രൽ ഡയറക്റ്റ് എടുത്തതിന് ശേഷം നമ്മുടെ ന്യൂട്രലിൻ്റെ ലിങ്കറിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതായത് ന്യൂട്രലിൻ്റെ ലിങ്കറിലേക്ക് നമ്മൾ കണക്ട് ചെയ്തു. RCCBയുടെ ഔട്ടാണ് നമ്മുടെ എല്ലാ സർക്യൂട്ടിൻ്റെയും ഔട്ടിലേക്ക് നമ്മൾ കണക്ട് ചെയ്തു. ഇനി നമ്മൾ ഇതിൻ്റെ RCCBയുടെ തന്നെ ഈ പറയുന്ന എല്ലാ സെലക്ഷനിലേക്ക് RCCBയുടെ തന്നെ ഔട്ട് ഇവിടെ നിന്നൊരു വയർ എടുത്തതിന് ശേഷം നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ RCCBയുടെ ഫേസിൻ്റെ ഔട്ട് എടുത്തതിന് ശേഷം എല്ലാ MCBകളുടെയും താഴെയാണ് നമ്മൾ ലിങ്ക് ചെയ്യുന്നത്. ഇതിപ്പോൾ ലിങ്ക് ചെയ്തിട്ടില്ല, ഇനി നമുക്ക് ലിങ്ക് ചെയ്യാനുണ്ട്. ആ പറയുന്ന എല്ലാ MCBകളും നമ്മൾ പറയുന്ന എല്ലാ MCBകളും ലേക്കും താഴെ നമ്മൾ RCCയുടെ ഔട്ടിൽ നിന്നുള്ള ഫേസ് എടുത്ത് കണക്ട് ചെയ്തു. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അത് ഒരു നമ്മൾ ഇൻവെർട്ടറിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇൻവെർട്ടറിൻ്റെ കണക്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും അങ്ങേറ്റത്തെ അവസാനത്തെ വരുന്നത് ഇൻവെർട്ടറിന് വേണ്ടിയിട്ട് മാത്രമാണ് വരുന്നത്. അപ്പോൾ അത് മാത്രമേ ലിങ്ക് ചെയ്യേണ്ട കാര്യമില്ല, ഇൻവെർട്ടറിന് വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇൻവെർട്ടറിൻ്റെ ഔട്ട് വരുന്ന സിസ്റ്റം നമ്മൾ അതിൽ കൊടുത്തിരിക്കുന്നു. ഇൻവെർട്ടറിൻ്റെ ചാർജ് സെക്ഷൻ വരെ നമ്മൾ ബാക്കി എല്ലാ MCBകളുടെ അറ്റം വരെ കൊടുക്കുന്നു. ബാക്കി എല്ലാ സർക്യൂട്ടുകളും വരുന്നത് ഈ MCBകളുടെ മുകളിൽ നിന്ന് ഏതൊക്കെയാണോ സർക്യൂട്ടിന് ആവശ്യമായിട്ടുള്ള ആംബിയറിനനുസരിച്ചിട്ട് നമ്മൾ പവർ പ്ലഗ് കാര്യങ്ങളൊക്കെ വരുന്ന സർക്യൂട്ടിനാണെങ്കിൽ നമ്മൾ 16 ആംസിൻ്റെ MCBകളാണ് കൊടുക്കുന്നത്. അല്ലാത്ത റൂം സർക്യൂട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ 10 ആംബിയറിൻ്റെ MCBകളാണ് കൊടുക്കുന്നത്. AC സർക്യൂട്ട് വേണമെങ്കിൽ നമുക്ക് 20 ആംസിൻ്റെ MCBകൾ കൊടുക്കാം. ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് എത്ര വേ എന്ന് പറയുന്നത് 12 വേ എന്ന് പറയുന്നതിൽ എത്ര MCB നമുക്ക് ഉപയോഗിക്കാമെന്നും അതുപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് കണക്ഷൻസ് എന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇൻവെർട്ടറിൻ്റെ കണക്ഷനെ കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു വീഡിയോ അതിനെക്കുറിച്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.